ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ബാലൻസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സീനായിരുന്നു ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല, പ്രസവ വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? പെണ്ണുങ്ങളെല്ലാവരും എന്ത് പ്രസവ വേദന അനുഭവിച്ചിട്ടാണെന്ന് അറിയാമോ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്? എന്നെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല, ഞാൻ പ്രസവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്താ വർഷ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? നമുക്കൊരു കുഞ്ഞു വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയണ്ടേ, ഇനിയിപ്പം കുഞ്ഞു വേണമെങ്കിൽ ഞാൻ പ്രസവിക്കണം എന്നൊന്നുമില്ല. ഈ ആധുനിക യുഗത്തിൽ നിങ്ങൾക്ക് അറിയത്തില്ലേ മനുഷ്യ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്? ഈ സരോഗസി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ സംഭവത്തിലൂടെ നമുക്ക് കുഞ്ഞിനെ കിട്ടൂലോ. അത് നിങ്ങളുടെയും എന്റെയും രക്തത്തിൽ പിറന്ന കുഞ്ഞു തന്നെയാ, വേറൊരു സ്ത്രീയില് ജന്മം എടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഞാൻ പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിക്കത്തില്ല. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്ന കാര്യം, അതൊക്കെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷം ചോദിക്കുക, അതിന് വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിനാണോ നമ്മൾ കൊച്ചിനെ ഉണ്ടാക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്റെയും ശ്രീകാന്തിന്റെയും ഇഷ്ടത്തിനാണ് നമ്മൾ പിള്ളേരെ ഉണ്ടാക്കുന്നത്, അല്ലാതെ വീട്ടുകാരുടെ ഇഷ്ടത്തിനൊന്നും അല്ല. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ സമ്മതിച്ചു തരത്തില്ല. എനിക്ക് എന്റെ ശരീരം വേദനിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് തീരുമാനിച്ചത് തന്നെയാ. സരോഗസിയിലൂടെ ആണെങ്കിൽ ഓക്കെ, ഞാൻ പ്രസവിക്കാം. അല്ല, ഞാൻ പ്രസവിക്കാൻ നല്ലൊരു കുഞ്ഞിനെ ശ്രീകാന്തിന് തരാം. അല്ലാതെ എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാ ശ്രീകാന്തെ. ഞാനൊരു സീരിയലിൽ ഡബ് ചെയ്തപ്പോഴേ ഞാനത് കണ്ടത്, ഞാൻ അന്തം വിട്ട് കുന്തം പോലെ ആയിപ്പോയി. എന്ത് വേദനയാണെന്നറിയാമോ? അല്ല, ശ്രീകാന്തിന് പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അറിയാം ശ്രീകാന്ത് ഒന്നും വേദന കൊണ്ട് പ്രസവിക്കത്തില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ആ ഒരു സിസ്റ്റം അടിച്ചേൽപ്പിച്ചേക്കുക. ആ സിസ്റ്റത്തിന് ഒരു മാറ്റം വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ സരോഗസിയൊക്കെ വന്നിരിക്കുന്നത്. എത്ര സിനിമാ താരങ്ങളാ അങ്ങനെ പിള്ളേരെയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന കൊച്ചിനെ മതി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ കാലയിൽ നിന്ന് നമ്മുടെ വർഷം അങ്ങോട്ട് തുള്ളി ചാടുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത്, ഇപ്പം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ, ഇതിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ രാത്രി തന്നെ നീ സരോഗസിക്ക് വേണ്ടി ഇനി ഓടിപ്പോകുന്നില്ലല്ലോ. എന്റെ പൊന്നു വർഷം, നീ കിടന്നുറങ്ങ്. ഇപ്പൊ നമുക്ക് ഈ കാര്യം തീരുമാനിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഈ തീരുമാനമാണ്. ഇതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ശ്രീകാന്തിന് പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് പിള്ളേരെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കിടന്നുറങ്ങുക. ശ്രുതിയും ശ്രുതിയും കിടന്നുറങ്ങുകയാണ്. അപ്പം ശ്രുതിക്ക് നിങ്ങൾ ഇന്ന് കണ്ടു കാണുമല്ലോ ഒരു ലെറ്റർ കിട്ടിയത്. ഇന്നലെ അല്ലേ ഒരു ലെറ്റർ കിട്ടിയത്. ആ പേപ്പറിന്റെ കാര്യം വിചാരിച്ചോണ്ടാട്ടോ കിടക്കുന്നത്. അതിനകത്താണെങ്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ ശ്രുതിയുടെ കൂടെ നിൽക്കുന്ന ഒരാള് ശ്രുതിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ആ സംഭവം കൂടെ ഇങ്ങനെ തലേറ്റ് വല്ലാണ്ട് അങ്ങ് കയറി നമ്മുടെ ശ്രുതിയിൽ പിടിച്ചിട്ട് ശ്രുതിക്കാണ് ഉറക്കം വരുന്നില്ല. അപ്പൊ ശ്രുതി ഇങ്ങനെ പതുക്കെ എണീറ്റിട്ട് ആ പേപ്പർ തലേണക്കടി വെച്ചിട്ടാ കിടന്നത്. ആ പേപ്പർ എടുത്തിട്ട് വെച്ച് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. സമനില തെറ്റിപ്പോവാ ശ്രുതിയുടെ. ആരായിരിക്കും തന്റെ കൂടെ തന്നെ ചതിക്കാനായിട്ട് കൂടിയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ നമ്മുടെ ശ്രുതിനെ ഒന്ന് നോക്കുക. ശ്രുതി കിടന്നുറങ്ങുക. ഇനി ഇവിടെ ആയിരിക്കുമോ? പാവം എന്റെ ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു മാറാണ്. പക്ഷെ ശ്രുതിയാണ് കൂടെ നിന്ന് ചതിക്കുന്നതെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ശ്രുതി എണീറ്റ് വെളിയിൽ പോയിട്ട് നമ്മുടെ ചന്ദ്രനെ വിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ നല്ല കൂർക്കം വലിച്ച് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് വിളിക്കുന്നത്. വിളിച്ച ഉടനെ തന്നെ ശ്രുതി ചോദിക്കുക, അയ്യോ അമ്മേ എന്തെടുക്കുകയെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ മോനെ, ഞാനിവിടെ ബിരിയാണി വെച്ചോണ്ടിരിക്കുക അടുക്കളയിൽ നിന്ന്. ബിരിയാണിയോ ഈ സമയത്തോ? അമ്മ എന്നിട്ട് എന്താ അമ്മ പറയാതിരുന്നത്? എന്നിട്ട് എന്താ അമ്മ എന്നെ വിളിക്കാതിരുന്നത്? എന്റെ പൊന്നു മോനെ, നിനക്കിട്ടുണ്ടല്ലോ ഞാൻ തരും ഞാൻ. എടാ, നിനക്ക് 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? എടാ, നിന്നെ വെറുതെ അല്ലടാ ആ സച്ചി എല്ലാരും കൂടെ മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്. ഈ രാത്രി 1 മണിക്ക് എണീറ്റിട്ട് ഞാൻ എന്നെ എടുക്കാനാടാ? ഞാൻ ഇവിടെ കിടന്നുറങ്ങുക, നീ പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയപ്പോ അമ്മ എനിക്ക് ഒരു സമാധാനം ഇല്ല അമ്മ ഇവിടം വരെ വന്നേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ, പ്ലീസ് അമ്മ ഒന്ന് വാ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ എനിക്ക് സ്വൈര്യം തരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് വാതിലൊക്കെ തുറന്ന് എണീറ്റ് ചെന്നപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിൽക്കി ഒരു പേപ്പറും കൈ പിടിച്ച്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എന്താ പറ്റിയത്? നിനക്ക് നട്ടപ്പാതിരിക്ക് ഭ്രാന്ത് പിടിച്ചോ? ഈ നട്ടപ്പാതിരിക്ക് നിനക്ക് എണീറ്റിരിക്കാനായിട്ട്, മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അവന് ഓരോന്ന് തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ നീ കാരണം എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഇപ്പൊ നീ എനിക്ക് ഉറക്കം തരത്തില്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണല്ലോടാന്ന് പറഞ്ഞപ്പോ, അമ്മയെ നോക്കമ്മ ഈ പേപ്പർ ഒന്ന് നോക്കിക്കേ, ഇതിൽ കണ്ടു എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രൻ അത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും, നിന്റെ പുറകെ നിന്നെ ശല്യം ചെയ്യാൻ, നിന്റെ ജീവിതം തകർക്കാൻ ആരാണ് നിന്റെ പുറകെ നടക്കുന്നത്? എനിക്കറിയില്ലമ്മേ, എനിക്കൊരു സംശയം.
ഇനിയിപ്പം അമ്മയാണോ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുന്നത്? ഇത് കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ദേ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാ ഉണ്ടല്ലോ, നിർത്തിക്കോടാ നീ നിന്റെ സംസാരം. അല്ല, നിന്റെ പുറകെ നടന്ന് ഞാൻ ദേ കോഞ്ഞാട്ടയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാ. അറിയാലോ, നിന്റെ പുറകെ നടന്നിട്ടാ എന്റെ കെട്ടിയവൻ എന്നോട് മിണ്ടാതിരിക്കുന്നത്. എന്നിട്ടിപ്പം നിന്റെ പുറകെ നടന്ന് ഞാൻ നിന്നെ വലയ്ക്കാൻ നോക്കുകയാണെന്നല്ലേ? എന്റെ പൊന്നുമോനെ, നിനക്ക് എങ്ങനെയാടാ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മന്ദബുദ്ധിനെയാണല്ലോ ഞാൻ പ്രസവിച്ചത് ഓർത്തിട്ടായിരിക്കും. ദേ, നീ സച്ചി പറയുന്നല്ലോ മന്ദബുദ്ധി കളിക്കാൻ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. ബുദ്ധിയില്ല, വിവരവും ഇല്ല, ബോധവും ഇല്ല. എവിടെ നിന്നൊക്കെ കുറെ പഠിച്ചിട്ട് അവിടെ നിന്നൊക്കെ മനപ്പാടമാക്കിയിട്ട് അവന് ഡിഗ്രി എടുത്തെന്നും പറഞ്ഞ് നടക്കുക. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോടാ? ഇന്ന് വരെ എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലല്ലോ. ദേ, പോയി കിടക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ, അയ്യോ അമ്മേ, പിന്നെ ആരായിരിക്കും അമ്മ എന്റെ പുറകെ നടക്കുന്നത്? എനിക്കാണ് ഒരു സമാധാനവും കിട്ടുന്നില്ല അമ്മയെ, കണ്ടുപിടിക്കാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല. ആരായിരിക്കും അമ്മേ? അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഇത് കൈ പിടിച്ചോ, എന്നിട്ട് അമ്മ ഒന്ന് കണ്ടുപിടിച്ചതാന്ന് പറഞ്ഞപ്പം, പിന്നെ ഇനിയിപ്പം നിന്റെ പുറകെ നടക്കലല്ലേ എന്റെ പരിപാടി. നിന്റെ പുറകെ നടന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തി. ദേ, അറിയാലോ, നിന്റെ അച്ഛന്റെ അമ്മ വന്നിട്ട് ഇവിടെ കിടന്ന് എന്നെയൊക്കെ കാണിച്ചിട്ടാ പോയതെന്ന്. എനിക്കിനി വയ്യ ഒന്നിനും. നീ ആയി നിന്റെ പാടായി. നിനക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അവളോട് ചെന്ന് പറ, അവളോട് കാര്യങ്ങൾ ചെന്ന് അവതരിപ്പിക്കുക. അല്ലാതെ ഇനി എന്റെ പൊന്നുമോനെ ഈ വയസ്സാങ്കാലത്ത് കൂടിയിൽ കാലു നീട്ടി വെച്ചേക്കുന്ന എന്നെ നീ പെടുത്താതിരിക്കുക. നീ പൊക്കോന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര സുധീനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. സുധി ഏതായാലും വീണ്ടും ആ പേപ്പറും പൊക്കി പിടിച്ചുകൊണ്ട് പോവുകയാണ് ഉറങ്ങാനായിട്ട്. ഉറക്കവും ഇല്ല, ഒന്നുമില്ല, സുധി ഇങ്ങനെ നടക്കുകയാണ്. ഏതായാലും പിന്നെ കാണിക്കുന്നത് നേരം പരപരാ വെളുക്കുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ എന്നും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരാള് വീട്ടിലേക്ക് കയറി വരുന്നത്. നമ്മുടെ സച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ സച്ചിയുടെ ഫ്രണ്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് സച്ചി ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ, അവനുണ്ടല്ലോ, എടാ സച്ചി, ഇതേ നിന്നെ തിരക്കി നിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ പേരൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി ഓടി വന്നിട്ട്, ഇത്ര രാവിലെ നീ എത്തിയോടാന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെ എത്താതിരിക്കും സച്ചി? നീ ഒരു വണ്ടി എടുത്തിട്ട് നീ എന്നെ ഡ്രൈവർ ആക്കി വെക്കുമ്പം എനിക്ക് സമാധാനമുണ്ടോ? ഞാൻ എത്രയും പെട്ടെന്ന് ആ ഡ്രൈവർ ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എനിക്കാണ് ജോലിയില്ല, ഒന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പം ജോലി ആയല്ലോ എനിക്ക്. ഏതായാലും സച്ചി കൊള്ളാടാ നീ ഒരു വണ്ടിയിൽ നിന്ന് ഇപ്പൊ 2 വണ്ടിയിലേക്ക് എത്തിയില്ലേ? ഇനി നീ 2 ആക്കി 3 ആക്കി 4 ആക്കി ഒത്തിരി വണ്ടികൾ മേടിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇത് കേട്ടിട്ട്, പിന്നെ വലിയ ബിസിനസ്മാൻ അല്ലേ, വലിയ ആളല്ലേ എന്ന് വെച്ചിട്ടുണ്ടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കുന്ന എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഇത് നിന്റെ മകനല്ലേ, അവന്റെ കൂട്ടുകാരൻ വന്ന് നിൽക്കുന്നതല്ലേ, നിനക്ക് എന്താ ഒരു വിവരവും ബോധവും ഇല്ല ചന്ദ്ര, മിണ്ടാതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ടാണെങ്കിൽ ചായയൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പൊ ചായയൊക്കെ കുടിക്കാൻ കൊടുത്തു. ഈ ഒരു സമയത്താണെങ്കിൽ ശ്രുതിയും കൂടെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരിക. അപ്പോഴത്തേക്കും ഇവിടെയാണെങ്കിൽ ഈ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. താക്കോലാണെങ്കിൽ രവീന്ദ്രന്റെ കൈ കൊടുക്കാൻ പറയുക സച്ചി. എന്നിട്ട് രവീന്ദ്രൻ നേരെ ഈ ഡ്രൈവറുടെ കൈ കൊടുക്കാനൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സച്ചിക്ക് രവീന്ദ്രനോട് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോഴത്തേക്കും അച്ഛൻ ഒരു താക്കോല് കൊടുക്കട്ടെ എന്ന് ഓർത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ശ്രുതി ഇത് കണ്ടിട്ട്, എന്റെ ദൈവമേ, പിന്നെ ശ്രുതിക്ക് അയ്യോ പിന്നെ കണ്ടില്ലേ വലിയ ആള് വന്നിരിക്കുന്നു, ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് മേടിച്ചെന്നും പറഞ്ഞോണ്ട് ശ്രുതിയും കൂടെ അങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും അതിന്റെ കൂടെ ശ്രുതി കൂടിയില്ല. ശ്രുതി പറഞ്ഞ്, മിണ്ടാതിരിക്കും മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വല്ലതും പറയും, ആ സച്ചു വല്ലതും രാവിലെ വിളിച്ചു വന്നിട്ട് ഇനി അത് കേട്ട് പുറത്തേക്ക് പോകേണ്ട വരും, ഒന്നാമത് കഷ്ടകാലം ആ മനുഷ്യൻ, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കൊണ്ട് ശ്രുതി അപ്പം മിണ്ടാതിരിക്കുകയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ചന്ദ്ര അതും ഇതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. ഒരു ചക്കട വണ്ടി, അത് ഇത്, അവളിപ്പം വലിയ ആള് കളിക്കുകയാണ്, അവന്റെ കെട്ടിയോള് വലിയ ആളാവുകയാണ്, അവള് പറയുന്നതെല്ലാം കേട്ട് നീ മിഴുങ്ങി നിന്നോ, ഇപ്പൊ നീ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടും മുട്ടും ഒക്കെ പറയുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. രവീന്ദ്രനാണെങ്കിൽ താക്കോലും കൈ കൊടുക്കുവാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ. അപ്പം ആ പുള്ളിക്കാരൻ താക്കോലൊക്കെ മേടിച്ചിട്ട്, ഇന്ന് മുതൽ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവർ ആണെന്നൊക്കെ പറയുമ്പം നമ്മുടെ രേവതി പറയാണ്, അതെ നിങ്ങൾ സച്ചിയുടെ ഫ്രണ്ടൊക്കെ ആയിരിക്കും, സച്ചേട്ടന്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും, അതൊക്കെ ശരിയാ, ഫ്രണ്ടൊക്കെ എന്നും ഫ്രണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണല്ലോ, അപ്പൊ പിന്നെ ഇതിനകത്ത് എന്തും ചെയ്യാലോ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്നും ഈ വണ്ടിയുടെ ഓണറിനെ പോലെ തന്നെ ആയിരിക്കണം, അല്ലാതെ വാടക വണ്ടിയാണ് അങ്ങനെ ഒന്നും ഓർക്കരുത്, ഡ്രൈവർ ആണോ എന്നൊന്നും ഓർക്കരുത്, എന്നും ഓണറിനെ പോലെ തന്നെ ആയിരിക്കണം. വണ്ടിയിൽ വേറെ ഒന്നും ചെയ്യരുത്, അതായത് ഈ കള്ളക്കടത്തോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്, സത്യസന്ധമായിട്ട് വണ്ടി ഓടിക്കണം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതനുസരിച്ച് വണ്ടിയുടെ കൂലിയൊക്കെ മേടിക്കാവുള്ളൂ, വണ്ടിക്കൂലിയൊക്കെ മേടിക്കാവുള്ളൂ, ചാർജൊക്കെ ഈടാക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ചെറിയൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ ഗ്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ട്
അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതി ഇതൊക്കെ പറയുന്നത് കണ്ടിട്ട് ഓഹോ രേവതി വലിയ ആളാണല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ താക്കോലൊക്കെ കൊടുത്തിട്ട് വണ്ടി നേരെ ഓടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. ഇതിനിടയിൽ ഒരു സീൻ വിട്ടുപോയിട്ടോ ഞാൻ. ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര ഒരുപാട് പറയുന്നുണ്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിർത്തിക്കോ അമ്മ ഈ സംസാരിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്? ചിലപ്പോൾ ഒരു വണ്ടിയല്ല 800 വണ്ടി ഞങ്ങൾ മേടിച്ചെന്നൊക്കെ ഇരിക്കും. അതിന് അമ്മയ്ക്ക് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? വേണമെങ്കിൽ എന്റെ സച്ചിയേട്ടൻ 1 വർഷം കൊണ്ട് എന്ന് പറയാമെന്ന് സച്ചി പറഞ്ഞു. രേവതി നിർത്ത്, നീ കുറേ ശപഥം ചെയ്തിട്ടുണ്ട്. ആ ശപഥത്തില് ഇതുവരെ ഒന്നും എനിക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പതുക്കെ സാധിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വെല്ലുവിളിയും ശപഥമൊക്കെ ആകാം. അതുകൊണ്ട് ഇപ്പൊ രേവതി ദയവ് ചെയ്ത് നീ ശപഥം ചെയ്യരുത് എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ. അപ്പൊ രേവതി അങ്ങ് ചിരിച്ചങ്ങ് തള്ളിവിട്ടു. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ശ്രുതിയും കളിയാക്കി 2 ചിരിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സീനൊക്കെയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ പാർക്കിലുണ്ടായിരുന്ന ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയൂ. എനിക്കിങ്ങനെ ഒരു പേപ്പർ കിട്ടി, ഒരാൾ ഒരു പേപ്പർ കൊണ്ടു തന്നു. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ പുറകിൽ ഒരാളുണ്ട്, അയാള് എൻ്റെ ശത്രുവാണ്, എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നതാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അയാളെ കണ്ടുപിടിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ. നീ ആണോടാ എന്നിങ്ങനെ ആ പാർക്കിലെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ദേഷ്യപ്പെടുകയാണ്. നീ എന്താടാ പറയുന്നത്? പിന്നെ നിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്നാ കാണിക്കാനാ? 5 പൈസയുടെ ഉപകാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാടാ? നിന്നെ വട്ട് കളിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാടാന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താ പ്ലീസ്, ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി ഇങ്ങനെ പാർക്കുമേറ്റിനോട് ഭയങ്കര സംസാരമൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാർക്കുമേറ്റ് എങ്ങോട്ടാ കൊണ്ടുപോകുന്ന? ഒരു സ്വാമിജീനെ കാണാൻ വേണ്ടി കൊണ്ടുപോകണം. അന്ന് നമ്മുടെ സുധി ഒരു പിച്ച എടുത്തത് ഒരു സ്വാമിജീനെ കാണാൻ വേണ്ടി എങ്ങാണ്ട് പോയ സമയത്തല്ലായിരുന്നു. അങ്ങനെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും നാളെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ആ സ്വാമിജി കുറെ പരിഹാര കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് വട്ട് പിടിക്കും. നമ്മുടെ സുധിക്ക് വട്ടാന്ന് തോന്നിപ്പോകും അതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. ഇതിന്റെ മുന്നോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ ഞാൻ പ്രമോ പറയുമ്പം അതും കൂടെ കയറി വരും, പിന്നെ റിപ്പീറ്റ് അത് നിങ്ങളൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഏകദേശം ഇവിടം കൊണ്ട് നാളെ നമ്മുടെ സീരിയലിന്റെ കഥയും അവസാനിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് പ്രമോ വിശേഷത്തിൽ ബാക്കി കേക്കാട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2 മണി 2:30 ആ ഒരു ടൈമിലായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.